പൊതു സാഹചര്യമെങ്കിൽ ഇപ്പോൾ തീരദേശത്തുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് കേരള തീരത്ത് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നും സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ മുന്നറിയിപ്പുണ്ട്. ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഇതിനു മുമ്പ് അധികം കാലമായില്ല ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടാവുകയും തീരദേശവാസികൾ വലിയ ദുരിതത്തിലാവുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോഴിതാ വീണ്ടും മുന്നറിയിപ്പുണ്ട്. തീരദേശത്ത് അത്തരമൊരു ജാഗ്രതയുണ്ടോ? അതോടൊപ്പം ജനങ്ങൾ, പ്രത്യേകിച്ച് അവധിക്കാലമാണ്, കൂടുതൽ ആളുകൾ ബീച്ചിലേക്കൊക്കെ എത്തുന്ന, കടൽ കാണാൻ പുറപ്പെടുന്ന സമയമാണ്, അവർക്കടക്കം മുൻകരുതൽ നൽകുന്നുണ്ടോ? ഒരു കാരണവശാലും ബീച്ചിലേക്ക് പോകരുത്, വിനോദങ്ങൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. അഭിലാഷ്, നേരത്തെ പാലക്കാട് നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട് തന്നെയാണ് വലിയ പ്രശ്നം. ഇത്തവണ ചൂട് അത് ഇത്തരത്തിൽ കള്ളക്കടൽ അടക്കമുള്ള പ്രതിഭാസങ്ങൾ ആവർത്തിച്ച് അതിനുള്ള അലേർട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ അതീവ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലും അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നതിനെ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന ചുഴലി, ആ ചുഴലിയാണ് വലിയ കാറ്റായി വീശി കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിലേക്ക് ആഞ്ഞു വീശുകയും കഴിഞ്ഞ സമയങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അമ്പലപ്പുഴയിലെ പല ഭാഗങ്ങളിലും ഒപ്പം തന്നെ തൃക്കുന്നപ്പുഴയും പല്ലവയും അടക്കമുള്ള തീരദേശ ഗ്രാമങ്ങളിലേക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ കടൽ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ കള്ളക്കടലിന്റെ പ്രതിഭാസം തന്നെ നമുക്കറിയാം ഒരു സൂചനയും നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരമൊരു കടൽ 1 മീറ്ററിന് മുകളിലോളം തിരമാലകൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ തിരമാലകൾ, നല്ല ഉയർന്ന തിരമാലകൾ വരുമ്പോൾ കടലിൽ സാധാരണ കടൽക്ഷോഭം പോലെ വലിയ ഒരു സൂചനകളൊന്നും തന്നെ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഇതിനെ ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. ഒരു സൂചനയും ഒരു കാറ്റോ കോളോ ഒന്നുമില്ലാതെ കടൽ കയറി വരുന്ന ഒരു പ്രതിഭാസമാണ്. അതിന്റെ പ്രധാന കാരണം ഈ ചൂട് തന്നെയാണ്. ഈ അത്യുഷ്ണം ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതത്തിന്റെ ഫലമായാണ് ചുഴലി രൂപപ്പെടുകയും അത് പിന്നീട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് നമ്മുടെ തീരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അലേർട്ട് ഇന്നും വന്നിട്ടുണ്ട്. ഇന്നും ഇതുപോലെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ട്. തീരദേശങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഭാഗങ്ങളിൽ ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, വേനലവധിയാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പ് തിരക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം പലരും കുടുംബങ്ങളായി ഇപ്പോൾ വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ ഉൾപ്പെടെയുള്ള തീരങ്ങളിലേക്ക് എത്തുന്നവർ ജാഗ്രത പുലർത്തണം. ഇത്തരത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ, കടലിലേക്ക് ഇറങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആലപ്പുഴയിൽ പലയിടങ്ങളിലും പുറക്കാടക്കമുള്ള ഇടങ്ങളിൽ കടൽ പുറകിലേക്ക് ഉൾവലിയുന്ന, മീറ്ററുകളോളം പുറകിലേക്ക് ഉൾവലിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആവർത്തിച്ചുണ്ടാകുകയും ചെയ്തു. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇതുമായി സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, അതായത് ആവർത്തിച്ച് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവേണ്ടതല്ല എന്നുള്ളതാണ്. റോസ്ബി വേവ് എന്നാണ് ആ ഒരു പ്രതിഭാസത്തെ പറയുന്നത്. ഇത്തരത്തിൽ കടൽ പുറകിലേക്ക് ഉൾവലിയുന്നത്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ അത്യുഷ്ണവും. ഒപ്പം തന്നെ ഇപ്പോൾ തീരദേശങ്ങളിലടക്കം അതിന്റെ ഒരു പ്രതിഫലനം ഈ കണ്ടുവരുന്നത്. എന്തായാലും അത്തരത്തിൽ കടൽ ഉൾവലിഞ്ഞ ശേഷം പിന്നീട് വരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പോലെ കടൽ ഉൾവലിയിലോ അങ്ങനെ ഒരു കാര്യങ്ങളോ ആലപ്പുഴയുടെ തീരങ്ങളിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ മറ്റു തീരങ്ങളിലും നമുക്ക് ഇപ്പോൾ അത്തരം അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും കരുതി ഇരിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. തീരദേശ മേഖലകൾ സൂക്ഷിച്ചിരിക്കുന്ന യാനങ്ങൾ അടക്കമുള്ളവ സുരക്ഷിതമായി മാറ്റണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യവശാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയോ തിരമാലകൾ അടിച്ചു കയറുകയോ ഒന്നും ചെയ്ത സാഹചര്യമില്ലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ കടന്നു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ്, തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ട സമയം തന്നെയാണ്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയ സമയങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായില്ല. അതുപോലെ തന്നെ പ്രതിസന്ധികളില്ലാതെ ഒഴിഞ്ഞു പോകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അത് പ്രതീക്ഷകൾ മാത്രമാണ്. മുൻകരുതലും ജാഗ്രതയും പുലർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്.